അല്ല എനിക്കൊരു സംശയം, ഇപ്പൊ നമ്മ പറഞ്ഞെല്ലാം ടി വിയിൽ വരുമോ? ടി വിയിൽ വന്നാലെന്ത് വന്നില്ലെങ്കിൽ എന്ത്? കുറച്ച് കാലമായി മനസ്സിൽ അടക്കി വെച്ചിരുന്നൊക്കെ പുറത്തു പറഞ്ഞപ്പോ എന്തൊരു ആശ്വാസം. ചുരുളി എന്നുള്ളത് ഈ തെറി പറയണ വേഷൻ അവാർഡിന് അയക്കുള്ളൂ എന്ന് പറഞ്ഞതിന്റെ പേരിൽ തെറി പറഞ്ഞ അഭിനയിച്ചു. എന്താടാ അല്ല എന്തെങ്ങനെയൊക്കെ പറയണേ? ഫുൾ തെറി പറയുന്ന നാടാണ്. പക്ഷെ ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ പ്രശ്നമായി. ശകലം കാണിക്കും ഇതേപോലുള്ള ഒരു മനുഷ്യനെ കൊണ്ടൊന്ന് മറ്റേ പരിപാടി ചെയ്യണം. അല്ല, അതിന്റെ ഒരു മര്യാദ ഉണ്ടായിരുന്നു. അത് അങ്ങനെ വരുമ്പോ പറയേണ്ടതിന്റെ. പിന്നെ എനിക്ക് പൈസ ഒന്നും കിട്ടിയിട്ടില്ല എന്റെ അഭിനയിച്ചാണ്. നടൻ ജോജു ജോർജിനെതിരെ ലിജോ ജോസ് ചുരുളിയിൽ അഭിനയിച്ചതിന് പ്രതിഫലം തന്നില്ലെന്ന വാദം ലിജോ തള്ളുന്നു. ജോജു ജോസ് ഉന്നയിച്ച ആരോപണങ്ങൾ തള്ളിക്കൊണ്ട് അതിന് കൃത്യമായ മറുപടി കൊടുത്തിരിക്കുകയാണ് സംവിധായകനായ ലിജോ ജോസ് പെല്ലിശ്ശേരി. ചുരുളി സിനിമയിൽ അഭിനയിച്ചതിന് തനിക്ക് പ്രതിഫലം തന്നില്ല എന്നും ഈ തെറി അല്ലാത്തൊരു ഭാഗം തന്നെ കൊണ്ട് ഡബ്ബ് ചെയ്യിപ്പിച്ചിരുന്നുവെന്നും ഈ തെറി ഉപയോഗിച്ചിട്ടുള്ള ഭാഗം അവാർഡിനായി മാത്രമാണ് അയക്കുക എന്നാണ് താൻ കരുതിയത്, അല്ലാത്ത ഭാഗമാണ് റിലീസ് ചെയ്യുകയെന്ന് താൻ കരുതി, താൻ തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നുമാണ് ഒരു അഭിമുഖത്തിൽ ജോജു ജോർജ് പറഞ്ഞിരുന്നത്. എ സർട്ടിഫിക്കറ്റ് ഉള്ള സിനിമ തിയേറ്ററുകളിൽ ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ല എന്നും കമ്മിറ്റിയെ വെച്ച് അന്വേഷിച്ച ഭാഷയെക്കുറിച്ചുള്ള ഹൈക്കോടതി വിധിയുണ്ട് എന്നും ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ സംവിധായകനായ ലിജോ ജോസ് പെല്ലിശ്ശേരി പറയുന്നുണ്ട്. സിനിമാ ചിത്രീകരണ വേളയിൽ തങ്ങൾ ആരും ജോജുവിനെ തെറ്റിദ്ധരിപ്പിച്ചതായി ഓർമ്മയില്ല. ഈ ഭാഷയെക്കുറിച്ചൊക്കെ നല്ല ധാരണയുള്ളയാളാണ് തങ്കച്ചേട്ടൻ എന്നൊരു വാചകവും കൂടി ലിജോ ജോസ് പെല്ലിശ്ശേരി ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട്. അല്ല, നിങ്ങളുടെ ഒത്തുതീർപ്പ് ടോക്ക് അത് നിനക്ക് ഇങ്ങോട്ട് വർക്കായില്ലെന്നാണല്ലോ അജി പറഞ്ഞത്. മാത്രമാണ് സിനിമ റിലീസ് ചെയ്തത്. ഒരവസരമുണ്ടായാൽ ഉറപ്പായും സിനിമ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുമെന്നും ലിജോ ജോസ് പെല്ലിശ്ശേരി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മറുപടി പറയുന്നതോടൊപ്പം ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളിൽ നിലയിൽ വീണാലും ചീത്തപ്പേരൊക്കെ മുള്ളിന്.